മലബാറിലെ കണ്ണൂർ യാത്രക്കിടയിലാണ് ഒത്തിരിയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഈ ഒരു ദേവാലയത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. കണ്ണൂർ ലത്തീൻ രൂപതയുടെ കീഴിൽ നിലകൊള്ളുന്ന കുറുമാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കൊച്ചു ദേവാലയം നിലകൊള്ളുന്നത്. കാതറിൻ ലബോറെ എന്ന് പറയുന്ന ഫ്രഞ്ചുകാരിയായ വിശുദ്ധിയുടെ നാമധേയത്തിലുള്ള ഇന്ത്യയിലെ ഏക ദേവാലയമാണ് ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാതറിൻ ലബോറ എന്ന് പറയുന്ന ഈ ഒരു ഫ്രഞ്ച് വിശുദ്ധ ഇന്ന് ഏറെ പ്രസിദ്ധിയായിരിക്കുന്നത് വിശുദ്ധയ്ക്ക് പരിശുദ്ധ കന്യകാമറിയം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നൽകിയ മെറാക്കുലസ് മെഡൽ വഴിയായിട്ടാണ്. ഈ ഒരു മെറാക്കുലസ് മെഡലിന്റെ രൂപകൽപ്പന കൃത്യമായിട്ട് പരിശുദ്ധ കന്യകാമറിയം സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശപ്രകാരമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുവഴിയായിട്ട് ലോകത്തിൽ ധാരാളം ആളുകൾക്ക് വലിയ അത്ഭുതങ്ങൾക്ക് നിദാനമായിട്ട് നിലകൊണ്ടിട്ടുണ്ട്. ഈ ഒരു വിശുദ്ധിയുടെ നാമധേയത്തിലുള്ള ഏക ദേവാലയമാണ് ഇന്ത്യയിലുള്ളത്. അത് കണ്ണൂർ ജില്ലയിലാണ് നിലകൊള്ളുകയും ചെയ്യുന്നത്. ഈ ഒരു മെഡലിനെ കുറിച്ച് ഏതാനും ചിന്തകൾ ഒന്ന് പങ്കുവയ്ക്കുകയാണ്. 1830 പരിശുദ്ധ കന്യകാമറിയം നേരിട്ട് കാതറിൻ എന്ന് പറയുന്ന ഈ ഒരു വിശുദ്ധിക്ക് പ്രത്യക്ഷപ്പെട്ട് നൽകിയ നിർദ്ദേശമനുസരിച്ചാണ് ഈ ഒരു മെഡലിന്റെ നിർമ്മിതി പോലും നടത്തിയിരിക്കുന്നത്. ഒരു വശത്ത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നതെങ്കിൽ ആ ചിത്രം പോലും ഒത്തിരിയേറെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. തിന്മയുടെ എല്ലാവിധ സ്വാധീന ശക്തികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വലിയ ഒരു മാധ്യസ്ഥത്തിന് സാധിക്കും എന്നുള്ള കാര്യം ഈ ഒരു ചിത്രം സൂചിപ്പിക്കുകയാണ്. മെഡലിന്റെ മറുവശത്തായിട്ട് എം എന്ന് പറയുന്ന ഒരു അക്ഷരം നമുക്ക് കാണുവാൻ സാധിക്കും. മാതാവിന്റെ വലിയൊരു മാതൃത്വത്തിന്റെ അടയാളമായിട്ടാണ് ഈ ഒരു അക്ഷരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എം എന്ന അക്ഷരത്തോട് ചേർന്ന് വെച്ചിരിക്കുന്ന കുരിശ് ക്രിസ്തുവിന്റെ പ്രതീകമായിട്ട് നിലകൊള്ളുകയാണ്. അതിന് ചുറ്റുപാടും കാണുന്ന 12 നക്ഷത്രങ്ങൾ 12 ശ്രീഹന്മാരിലൂടെ കൈമാറി വന്ന ആ ഒരു സഭയെ സൂചിപ്പിക്കുകയാണ്. മെഡലിന്റെ താഴ്ഭാഗത്തായിട്ട് കാണപ്പെടുന്ന 2 ഹൃദയങ്ങൾ യേശുവിന്റെയും മാതാവിന്റെയും തിരുഹൃദയങ്ങൾ സഭാ മക്കൾക്ക് മാതാവിനോടും യേശുവിനോടുള്ള വലിയ ഭക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. മെഡലിലുള്ള ഓരോ കാര്യങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതിനെ പറ്റിയുള്ള നല്ല ഒരു ധാരണ ലഭിക്കുവാൻ ഈ ഒരു വിവരണം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണൂർ രൂപതയുടെ കീഴിൽ നിലകൊള്ളുന്ന കാതറിൻ ലബോറയുടെ നാമധേയത്തിലുള്ള ഒരേ ഒരു ഇടവക ദേവാലയമാണ് ഭാരതത്തിലുള്ളത്. ആ ഒരു ദേവാലയത്തിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്.